നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ ഇരു മുന്നണികളും പരസ്പരം കടന്നാക്രമണങ്ങൾ നടത്തുകയാണ്. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ് ഇടതുപക്ഷം അവസാന റൗണ്ടിലും പ്രധാന ആയുധമാക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുയോഗങ്ങളിൽ എടക്കരയിലൊഴികെ 3 യോഗങ്ങളിലും കോൺഗ്രസിനെയും ലീഗിനെയും രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു. അന്തരിച്ച പാണക്കാട് ശിഹാബ് തങ്ങളും ഹൈദരലി തങ്ങളും ജമാഅത്തെ ഇസ്ലാമി ക്ഷണിച്ച പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. ഇപ്പോൾ ലീഗ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് ജമാഅത്തുമായുള്ള ബന്ധമെന്നാണ് മുഖ്യമന്ത്രി പോത്തുകല്ലിലെ പൊതുയോഗത്തിൽ ലീഗിനെതിരെ ഉയർത്തിയ വിമർശനം. ജമാഅത്തെ ഇസ്ലാമി എന്നത് നമ്മുടെ നാട്ടിൽ അപരിചിതമായ ഒന്നല്ല, എല്ലാവർക്കും പരിചിതമായ ഒരു പേരാണ്. എങ്ങനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന നിലയിൽ നാട് നേരത്തെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ജമാഅത്തിനെ കൂടെ കൂട്ടുന്നതിൽ ദേശീയ തലത്തിൽ ഒരു നിലപാടും കേരളത്തിൽ മറ്റൊരു നിലപാടുമാണ് കോൺഗ്രസിനെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ മണ്ഡലത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും പറയുകയാണ്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെയും തീരുമാനത്തോട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിനോടുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് എന്താണെന്ന് ജനങ്ങളോട് പറയണം നിലമ്പൂരിൽ എന്നും. LDFന്റെ മുൻകാല ജമാഅത്ത് ബന്ധങ്ങൾ പറഞ്ഞാണ് UDFന്റെ പ്രതിരോധം. രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കാനാണ് ജമാഅത്ത് വിഷയം ചർച്ചയാക്കുന്നതെന്ന് തിരിച്ചടിച്ച സതീശൻ മുഖ്യമന്ത്രിയോട് 7 ചോദ്യങ്ങൾ ഉയർത്തി. ലഹരി മരുന്ന് ഹബ്ബാക്കിയതിന്റെ ഉത്തരവാദിത്തം, രാഷ്ട്രീയ രക്ഷാകർതൃത്വം, പൊളിറ്റിക്കൽ പേട്രണേജ് ലഹരി മാഫിയയ്ക്ക് കൊടുത്ത നിങ്ങളുടെ പാർട്ടിക്ക്, ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും സർക്കാരിനുമല്ലേ? ജമാഅത്ത് ആരോപണത്തിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട്. ജമാഅത്ത് ആശയങ്ങൾ മാറിയെന്ന് പറയാൻ ലീഗിന് കഴിയില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രതികരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയാണ് മുസ്ലിം ലീഗ്. ലീഗ് കോൺഗ്രസ് തർക്കവും PV അൻവർ വിഷയവും ഒക്കെ ചർച്ചയാക്കുന്നതിനിടയ്ക്കാണ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം വീടുകിട്ടിയത് കൈവിടാൻ CPM ഒരുക്കമല്ല. എന്നാൽ പ്രിയങ്ക ഗാന്ധി അടക്കം കളത്തിലിറക്കിയും വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തും പ്രതിരോധിക്കാനാണ് UDFന്റെ നീക്കം. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.